47 ആഗസ്റ്റ് 15 മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അത് 64 വരെ എന്ന് പറഞ്ഞാൽ 17 വർഷം അദ്ദേഹമായിരുന്നു. ഇതിപ്പോൾ 12 വർഷമായിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന ആൾ എന്ന ബഹുമതിക്ക് ഇപ്പോഴും അർഹനായിട്ടില്ല. ഭാരതത്തിൻ്റെ അടിത്തറ പാകിയ ഒരു സോഷ്യലിസ്റ്റ് എന്ന് വേണ്ടി നമുക്ക് പറയാവുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു. ലോകത്ത് നെഹ്റുവിനുള്ള അംഗീകാരം അതും കൂടി കാണണം. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും ബഹുമാനിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുവാണ്. ഇന്ന് മോഡിയുടെ സ്ഥിതി എന്താ? ഒരു മാധ്യമ പ്രവർത്തകനോട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ 12 വർഷത്തെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഒരു ഇന്റർവ്യൂ കൊടുത്തില്ല. അത് പകുതി കിട്ടിട്ട് എഴുന്നേറ്റ് പോയി. ഒക്കെ ഒരു വലിച്ചെറിഞ്ഞു പോയി. എന്തുകൊണ്ടാണത്? ഒരു പത്രക്കാരനെ കാണാൻ കഴിയാത്ത ഒരു പ്രധാനമന്ത്രി ഒരു ജനാധിപത്യത്തിൽ എന്താ അതിൻ്റെ അർത്ഥം? ഇന്ത്യ ക്രിക്കറ്റ് ജയിച്ചാൽ അത് മോഡിയാണ് കളിച്ചത് മാതിരിയാണ് വരിക, തോറ്റാ പിന്നെ വേണ്ടില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു കപട ദേശീയത ഉയർത്തുക, പാകിസ്ഥാൻ വിരുദ്ധത ഉയർത്തുക, ഇസ്ലാമോഫോബിയ വലിയ തോതിൽ കൊണ്ടുവരിക, FIR പോലെ CIA പോലെ തികച്ചും ന്യായവിരുദ്ധമായ നടപടികളിലേക്ക് പോവുക, ജനങ്ങളെ ഭിന്നിപ്പിക്കുക പരമാവധി, അതിൽ നിന്ന് മുതലെടുക്കുക. VS അച്യുതാനന്ദൻ പറഞ്ഞ ഒരു തമാശയുണ്ട്. അദ്ദേഹം വിവാഹം കഴിച്ച് ഭാര്യ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു കുടുംബം രക്ഷപ്പെട്ടു, ഒരു രാജ്യം തകർന്നു എന്നാണ് അച്യുതാനന്ദൻ പറഞ്ഞ കമന്റ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, നമുക്കറിയാം, മാധ്യമങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളോട് സംസാരിക്കാൻ മടിയുള്ള പ്രധാനമന്ത്രിയാണ് രാജ്യത്തിന്റെ. നമ്മൾ നിരന്തരം പറയാറുണ്ട്, മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കില്ല, സംസാരിക്കുകയാണെങ്കിൽ തന്നെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രി. ഇപ്പോൾ പറയുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡ് തകർത്തു. അപ്പൊ മോദിയെയും നെഹ്റുവിനെയും നമുക്ക് ഒരേപോലെ കണക്കാക്കാൻ അല്ലെങ്കിൽ ഒരേപോലെ തൂക്കി നോക്കാൻ കഴിയുന്ന രണ്ടുപേരാണോ? ഒന്നാമത് ശരിയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന അർത്ഥത്തിൽ 1952 സ്ഥാനമേറ്റ് 64 നമ്മളെ വിട്ടുപോയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനേക്കാൾ ചില ദിവസങ്ങൾ ഇപ്പോൾ മോഡി കൂടുതലായി ഭരിച്ചിട്ടുണ്ട്. ഇത് ശരിയാണ്. പക്ഷെ പ്രധാനമന്ത്രി എന്ന അർത്ഥത്തിൽ അത്രയില്ല. 47 ആഗസ്റ്റ് 15 മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അത് 64 വരെ എന്ന് പറഞ്ഞാൽ 17 വർഷം അദ്ദേഹമായിരുന്നു. ഇതിപ്പോൾ 12 വർഷമായിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന ആൾ എന്ന ബഹുമതിക്ക് ഇപ്പോഴും അർഹനായിട്ടില്ല. ഓക്കെ, വാദത്തിന് വേണ്ടി അത് സമ്മതിക്കാം. പക്ഷേ പ്രധാന പ്രശ്നം അതല്ല. ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നല്ല രസമുണ്ട്. ഒന്ന്, ഇന്ത്യ അതിൻ്റെ ഏറ്റവും ദുർഘടം പിടിച്ച ഒരു കാലത്താണ് നെഹ്റു പ്രധാനമന്ത്രിയാവുന്നത്. വിഭജനത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരു വശത്ത്, കടുത്ത ദാരിദ്ര്യം, വലിയ പിന്നോക്കാവസ്ഥ, സാമൂഹ്യമായും സാമ്പത്തികമായും. നമ്മുടെ ഗ്രാമങ്ങളൊക്കെ ദുരിത ഗ്രാമങ്ങളാണ്. നഗരങ്ങൾ തന്നെ വളരെ വലിയ നഗരങ്ങളല്ല. ഘനവ്യവസായങ്ങളില്ല എന്ന് തന്നെ പറയാം. ഒരു ടാറ്റയോ അങ്ങനെ ഒന്നും ചോദിച്ചാൽ വേറെ ഘനവ്യവസായങ്ങളില്ല, നല്ല റോഡുകളില്ല, പാലങ്ങളില്ല, വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. അപ്പോൾ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഇന്ത്യ, ഒരു ആഫ്രിക്ക രാജ്യം എന്നൊക്കെ നമ്മൾ പറയാവുന്ന തരത്തിലുള്ള ഒരു ഇന്ത്യയാണ് തനിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ കിട്ടുന്നത്. അതിൽ നിന്നാണ് ഇന്ത്യയെ പഞ്ചവത്സര പദ്ധതി മറ്റു പല രൂപത്തിലും ഇന്ത്യയെ ലോകത്തിന് മുമ്പിൽ, അത് ഇന്ത്യയുടെ ആഭ്യന്തര നയത്തിലും വിദേശ നയത്തിലും, അത് കാർഷിക മേഖലയിൽ, വ്യവസായ മേഖലയിൽ, മറ്റ് സാമൂഹ്യ മേഖലകളിൽ, വിതരണത്തിൻ്റെ മേഖലയിൽ ഒക്കെ, ബാങ്ക്, ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഒരുപാട് വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, IIT പോലെ IISc പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നിരവധി മേഖലകളുടെ പൊതുമേഖല, ഇപ്പോൾ ഖനനത്തിനായാലും റെയിൽവേയുടെ തന്നെ എന്തൊരു വികാസമാണ് ആ ഘട്ടത്തിലുണ്ടായതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനൊക്കെ അടിത്തറയിട്ട് ഭാരതത്തിൻ്റെ അടിത്തറ പാകിയ ഒരു സോഷ്യലിസ്റ്റ് എന്ന് വേണ്ടി നമുക്ക് പറയാവുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു. ലോകത്ത് നെഹ്റുവിനുള്ള അംഗീകാരം അതും കൂടി കാണണം. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും ബഹുമാനിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുവാണ്. പിന്നെ അറിവിൽ അദ്ദേഹവുമായി താരതമ്യം കഴിയുന്ന പ്രധാനമന്ത്രിമാർ ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ, അർത്ഥത്തിൽ അദ്ദേഹം മകൾക്ക് അയച്ച കത്ത് പോലും മതി ഒരു തലമുറയ്ക്ക് ഒരു ആവേശം കിട്ടാൻ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള അദ്ദേഹത്തിൻ്റെ ഭാഷ, എല്ലാത്തിലും അത് ഞാൻ പറഞ്ഞ ഇൻ്റർനാഷണൽ സ്റ്റാൻഡിങ്, ലോകത്തെ എവിടെ ചെന്നാൽ നെഹ്റു എന്ന് പറഞ്ഞാൽ അതിനൊരു വിലയാണ്. നമുക്ക് മോഡിയിലേക്ക് വരാം. മോഡി ഇന്ത്യയുടെ ഭരണാധികാരിയാവുന്നത് ഇന്ത്യ ഒരു കുഴപ്പമുള്ള കാലത്തല്ല. കാരണം മൻമോഹൻ സിംഗിൻ്റെ 10 വർഷം കഴിഞ്ഞ് ഏതാണ്ട് ഗ്ലോബലൈസേഷനൊക്കെ കഴിഞ്ഞ് സ്റ്റെബിലൈസ് ചെയ്ത ഒരു കാലത്താണ് 2008 വലിയ മാന്ദ്യമുണ്ടായത്. ആ മാന്ദ്യത്തെയും ഇന്ത്യ മറികടന്ന്
ഇന്ത്യയിൽ ഒരുപാട് സ്ഥാപനങ്ങളും വ്യവസ്ഥാപിത നിയമങ്ങളും കാര്യങ്ങളും മൻമോഹൻ സിംഗിന്റെ കാലം കഴിയുമ്പോൾ ഉണ്ടാകുന്നു. 2014 ആകുമ്പോഴേക്കും മോഡിക്ക് പുതുതായി ഒന്നും ബിൽഡ് ചെയ്യാനില്ല. ബിൽഡ് ചെയ്താകെ അദാനി മാത്രം. അദാനിയെ ബിൽഡ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വിറ്റ് തൊലയ്ക്കും. കുറച്ചൊന്നുമല്ല, കുറച്ച് മൻമോഹൻ സിംഗ് വിറ്റുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ 10 ഇരട്ടി ഇവിടെ വിറ്റു. വലിയ തോതിൽ അത് ആ അർത്ഥത്തിൽ സാമ്പത്തികമായി നോട്ട് നിരോധനം പോലെയുള്ള മണ്ടത്തരം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വലിയ തോതിലുള്ള തകർച്ചയുണ്ടായി. അതിനിടയിൽ കോവിഡ് വന്നു. വേണമെങ്കിൽ തൽക്കാലം രക്ഷപ്പെടാൻ ഒരു കാര്യം പറയാവുന്ന കോവിഡാണ്. അത് പ്രധാനമന്ത്രിയുടെ നിയന്ത്രണത്തിലല്ല. എന്നിട്ട് പോലും അതിനെ നെഹ്റുവിനെ പോലെ ഒരാൾ നേരിട്ട രീതിയും ഇദ്ദേഹത്തിന് നേരിട്ട രീതിയാണ്. പാത്രം കൊട്ടാനും വിളക്ക് കത്തിക്കാനും ഒക്കെ പറഞ്ഞു. നെഹ്റു ഇങ്ങനെയല്ല. ഇന്ത്യയിൽ അന്ന് ഇല്ലാത്ത പകർച്ചവ്യാധിയില്ല. കുഷ്ഠമാണെങ്കിലും ക്ഷയമാണെങ്കിലും നേത്രരോഗമാണെങ്കിലും അന്ധതയാണെങ്കിലും ഒക്കെ. സാക്ഷരതയൊക്കെ നെഹ്റു ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാകുമ്പോൾ സാക്ഷരത എന്താണ്, ഇന്ത്യ മോദി പ്രധാനമന്ത്രിയാകുമ്പോൾ ഇന്ത്യയിലെ സാക്ഷരത എന്താണ്. എല്ലാ സ്ഥാപനങ്ങളും വലിയ തോതിൽ വന്നു. പക്ഷെ അതൊക്കെ വിറ്റ് തൊലയ്ക്കുക എന്നുള്ളൊരു പണിയാണ് ഇദ്ദേഹം ചെയ്തത്. രണ്ടാമത്തെ കാര്യം, നെഹ്റു ത്രൂ ഡെമോക്രാറ്റായി ഒരു ജനാധിപത്യ സമൂഹത്തിൽ എങ്ങനെ പ്രധാനമന്ത്രിയാവണമെന്ന് അല്ലെങ്കിൽ എങ്ങനെ ഭരണാധികാരിയാവണമെന്ന് കൃത്യമായ നിലപാടുള്ള ആളായിരുന്നു നെഹ്റു. കൃത്യമായി ആസൂത്രണം എന്നത് നെഹ്റുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. വ്യക്തിപരമായി തന്നെ അദ്ദേഹത്തിൻ്റെ ഡെമോക്രസിയെക്കുറിച്ച് വളരെ പ്രസിദ്ധമാണ്. ഒരിക്കൽ പോലും ഒരു പത്രക്കാരോടും അദ്ദേഹം അടിപിടി ഉണ്ടാക്കിയിട്ടില്ല, വഴക്കുണ്ടാക്കിയിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തെ കാണാം. ഏത് പത്രലേഖനം, വിദേശ പത്രലേഖനം, ഇന്ത്യൻ പത്രലേഖനം, എപ്പോൾ വേണമെങ്കിൽ നെഹ്റുവിനെ കാണാം. നെഹ്റുവുമായിട്ട് ദീർഘമായി സംഭാഷണം നടത്താം. അദ്ദേഹത്തിൻ്റെ ദീർഘ സംഭാഷണങ്ങളൊക്കെ നമ്മുടെ ഇതിലുണ്ട്. ദീർഘമായ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകൾ റേഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമാണ്, ഇപ്പം ഏറ്റവും കൂടുതൽ ആൾ കോട്ട് ചെയ്യുന്നത് ശങ്കറിനോട്, കാർട്ടൂണിസ്റ്റ് ശങ്കറിനോട്. ശങ്കർ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. എന്ന് പറഞ്ഞു ഡോണ്ട് സ്പെയർ മീ, എന്നെയും കളിയാക്കണം എന്ന് അങ്ങോട്ട് പറയുന്ന ഒരു ആള്. ഇന്ന് മോഡിയുടെ സ്ഥിതി എന്താ? ഒരു മാധ്യമ പ്രവർത്തകനോട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ 12 വർഷത്തെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഒരു ഇന്റർവ്യൂ കൊടുത്തില്ല. അത് പകുതി കിട്ടിട്ട് എഴുന്നേറ്റ് പോയി. ഒക്കെ ഒരു വലിച്ചെറിഞ്ഞു പോയി. എന്തുകൊണ്ടാണത്? ഒരു പത്രക്കാരനെ കാണാൻ കഴിയാത്ത ഒരു പ്രധാനമന്ത്രി ഒരു ജനാധിപത്യത്തിൽ എന്താ അതിൻ്റെ അർത്ഥം? ഇന്ത്യയിലെ മറ്റു പ്രധാനമന്ത്രിമാരൊക്കെ പത്രക്കാരെ കണ്ടിരുന്നല്ലോ. മൻമോഹൻ സിംഗ് ഒക്കെ എത്ര പ്രാവശ്യം പത്രക്കാരെ കണ്ടു? ഏത് ചോദ്യത്തിനും നിങ്ങൾക്ക് ചോദിക്കാം, ഉണ്ട്. ഒരു പത്രക്കാരനെ നേരിട്ട് കാണില്ല. പത്രം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വെറുപ്പാണ്, മാധ്യമങ്ങൾ വെറുപ്പാണ്. അദ്ദേഹത്തിന് ആകെ താല്പര്യമുള്ളത് ഗോദി മീഡിയകളാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ പൊക്കി മോദി എന്തോ മഹാനാണെന്ന് പറയുക. പിന്നെ ഏതോ ഒരു ഞായറാഴ്ച വന്നിട്ട് മൻ കി ബാത്ത് എന്ന് പറഞ്ഞൊരു ഇടപാട് നടത്തുക. അത് റേഡിയോ ആണ്, വൺ സൈഡ്. നമുക്കൊന്നും ചോദിക്കാനില്ല. പിന്നെ ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി മണ്ടത്തരം പറയുക, എന്നിട്ട് ഇല്ലാത്ത ട്രംപിനേക്കാൾ വില്ലത്തരങ്ങൾ പറയുക. എന്നിട്ട് ഇപ്പോൾ ലോകത്ത് മുഴുവൻ എൻ്റെ കയ്യിലാണ് നിൽക്കണേന്ന്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് നോർവേയിൽ പോയിട്ട് ഒരു പത്രലേഖിക ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഇയാൾ ഇറങ്ങി ഓടി. നോ ആൻസർ. എന്നിട്ട് പിന്നെ ജയശങ്കറാണ് അതിന് മറുപടി പറയാൻ പോണത്, വിദേശകാര്യമന്ത്രി. ഞാൻ പറഞ്ഞത്, ഒരു തരത്തിലുള്ള ജനാധിപത്യം അംഗീകരിക്കാത്തൊരു പ്രധാനമന്ത്രി. പിന്നെ കരിനിയമങ്ങൾ, പിന്നെ അതിലൊക്കെ കൂടുതൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിത്തറ തകർത്തതാണ്. നെഹ്റു അംബേദ്കർ നിർമ്മിച്ച ഭരണഘടന ഉയർത്തി അതിൻ്റെ ഏറ്റവും ശോഭനമായ സംഗതി വന്നു. അതിനിടയിൽ കോൺഗ്രസിൻ്റെ അടിയന്തരാവസ്ഥ വന്നു. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ആ ഒരു ചെറിയ കാലഘട്ടം ഒഴിച്ചാൽ ഇന്ത്യൻ ഭരണഘടന സത്തയായി നിന്നൊരു കാലമാണ്. ജനാധിപത്യം, മതേതരത്വം, അതുപോലെയുള്ള സങ്കല്പങ്ങൾ. ഇവിടെ വന്നപ്പോൾ എന്താ പറ്റി? ജനാധിപത്യം പോയ വഴി കണ്ടിട്ടില്ല, ആർക്കുമില്ല. അപ്പോൾ മാധ്യമങ്ങളിൽ ഇവനെന്ത് ജനാധിപത്യ? സ്വയം ശബ്ദിക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് ജനാധിപത്യ? എന്തെങ്കിലും തരത്തിൽ ഡിസെൻറ്റ് പറഞ്ഞാൽ അയാളെ മറ്റേ നെക്സലൈറ്റ് ആക്കും, അല്ലെങ്കിൽ അർബൻ നെക്സലാക്കും, അല്ലെങ്കിൽ വേറെ തീവ്രവാദിയാക്കും, മത തീവ്രവാദിയാക്കും. 10,000-കണക്കിന് ആളുകളെ, അടിയന്തരാവസ്ഥക്കാരേക്കാൾ കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ജയിലിൽ അടിയന്തരാവസ്ഥ പിന്നെ ഒരു കണക്കുണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ തീർന്നല്ലോ. ഇതല്ല, ജയിലിൽ എവിടെയോ കഴിയുന്നു. അതിനൊക്കെ പിന്നെ ദേശസ്നേഹം, കപട ദേശസ്നേഹം, വർഗീയത, ഇതെല്ലാം ചേർത്ത് ഇല്ലാത്ത. ഇന്ത്യ ക്രിക്കറ്റ് ജയിച്ചാൽ അത് മോഡിയാണ് കളിച്ചത് മാതിരിയാണ് വരിക, തോറ്റാ പിന്നെ വേണ്ടില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു കപട ദേശീയത ഉയർത്തുക, പാകിസ്ഥാൻ വിരുദ്ധത ഉയർത്തുക, ഇസ്ലാമോഫോബിയ വലിയ തോതിൽ കൊണ്ടുവരിക, FIR പോലെ, CIA പോലെ തികച്ചും ന്യായവിരുദ്ധമായ നടപടികളിലേക്ക് പോവുക, ജനങ്ങളെ ഭിന്നിപ്പിക്കുക പരമാവധി, അതിൽ നിന്ന് മുതലെടുക്കുക. ഏറ്റവും ഒടുവിൽ സംഭവിച്ചെന്താ? ഇന്ത്യ നെഹ്റു ഭരണഘടനാ സ്ഥാപനങ്ങളെ എത്ര ബഹുമാനിച്ചിരുന്നുവോ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും ഒന്നൊന്നായി തകർന്നു പോയി. അതാണ് പ്രശ്നം. ഇപ്പോൾ ഉദാഹരണത്തിന്
കോടതികളിൽ പോലും ആളുകൾക്ക് വിശ്വാസമില്ലാത്ത തരത്തിൽ കോടതികൾ ഇടപെടുന്നു, ജഡ്ജിമാർ മരിക്കുന്നു, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായില്ലേ 4 സുപ്രീം കോടതി ജഡ്ജിമാർ പത്രസമ്മേളനം നടത്തിയത് മോഡിയുടെ ഈ 12 കൊല്ലത്തിനിടയിൽ. അതാണ് കാര്യം. ആദ്യമായിട്ട് ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അതുപോലെ ജഡ്ജിമാരുടെ നിയമനം സംബന്ധിച്ച പ്രശ്നങ്ങൾ വരുന്നു. പിന്നെ പാർലമെന്റ് ഒരു ചർച്ചയുമില്ലാതെ നിയമങ്ങൾ പാസ്സാക്കും. ചർച്ചയ്ക്കൊന്നും ഇടം കൊടുക്കുന്നില്ല. ഏകാധിപതിയായി നിയമങ്ങൾ പാസ്സാക്കും. അപ്പൊ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഇത് മൂന്നും തന്റെ കൈകളിൽ ഒതുക്കിക്കൊണ്ട് ജനാധിപത്യത്തിന്റെയും വിമർശനത്തിന്റെയും ഒരു അല്പം പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മതി. അപ്പൊ പിന്നെ ഏത് സ്ഥാപനം? RBI. യഥാർത്ഥത്തിൽ നോട്ട് നിരോധനത്തിന്റെ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിൽക്കുക. നോട്ട് നിരോധിക്കാൻ പ്രധാനമന്ത്രിക്ക് ഒരു രാത്രി 8 മണിക്ക് വന്നിട്ട് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് നോട്ട് നിരോധനം. ഇന്ത്യയിൽ നോട്ട് നിരോധിക്കണമെങ്കിൽ RBI ആക്ട് ഉണ്ട്, അത് പോയ വഴി കണ്ടിട്ടില്ല. CBI, CNDG, EDയുടെ കാര്യം പറയാതിരിക്കുക, ശത്രുക്കളെ. ഇങ്ങനെ നിരവധി ഏജൻസികളെ, ഭരണഘടനാ സ്ഥാപനങ്ങളെ, പ്ലാനിംഗ് കമ്മീഷൻ, അങ്ങനെ ഒരു സാധനമല്ലേ? പ്ലാനിംഗ് കമ്മീഷൻ ഒരു സാധനമല്ലേ? എന്തോ നീതി ആയോഗം തോന്നിയ മാതിരി ചെയ്യണം. അതുപോലെ ഫെഡറലിസം. നെഹ്റു പറഞ്ഞിട്ടുണ്ട്, നെഹ്റുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമുണ്ടാക്കിയ ഒരു സംഗതി കേരളത്തിലെ ഗവൺമെന്റിനെ പിരിച്ചുവിടേണ്ടി വന്നതാണ്. അത് ഫെഡറലിസത്തിന് എതിരായിരുന്നു. ഒരു ഗവൺമെന്റിനെയൊക്കെ പിരിച്ചുവിടുമ്പോൾ വലിയ ദുഃഖമുണ്ട് നെഹ്റുവിനെ പോലെ ഒരാൾക്ക്. അത് പല സമ്മർദ്ദങ്ങളുണ്ടാവും. ഇദ്ദേഹത്തിന്റെ പണി എന്താ? ഏതാളെയും കാശ് കൊടുത്ത് MLA മാരെ മാറ്റി ഭരണം പിടിച്ച്, എവിടെ പണി ഭരണം പിടിക്കുക, കാശ് കൊടുക്കുക, ആളെ മാറ്റുക, പരിപാടി, ഭരണം ഇപ്പോൾ ജനാധിപത്യത്തിന്റെ ഒരു മൂല്യങ്ങളും വയ്ക്കാത്ത, ഒരു ജനാധിപത്യ അവകാശങ്ങളും അംഗീകരിക്കാത്ത, ഒരു വിമർശനവും കേൾക്കാൻ തയ്യാറല്ലാത്ത, ഒരു ബഹുസ്വരതയും അംഗീകരിക്കാത്ത ഒരാളും, എല്ലാ ബഹുസ്വരതയും അംഗീകരിച്ചിരുന്ന നെഹ്റു അവിടെയാണ്. എല്ലാ ബഹുസ്വരതയും, ഇപ്പോൾ സംഗീതമായാലും ഏതർത്ഥത്തിലായാലും. ഇപ്പോൾ ഇവർ പറയണം MS സുബ്ബലക്ഷ്മിയെ പോലെ ഒരു സംഗീതജ്ഞയെ ബഹുമാനിക്കാൻ കഴിയുന്ന ആളാണ് നെഹ്റു. അങ്ങനെ എന്താ ഇദ്ദേഹത്തിന് അങ്ങനെ വല്ല സംഗതി ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ചുരുങ്ങിയത് VS അച്യുതാനന്ദൻ പറഞ്ഞ ഒരു തമാശയുണ്ട്. അദ്ദേഹം വിവാഹം കഴിച്ച് ഭാര്യ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു കുടുംബം രക്ഷപ്പെട്ടു, ഒരു രാജ്യം തകർന്നു എന്നാണ് അച്യുതാനന്ദൻ പറഞ്ഞ കമന്റ്. എന്ന് പറഞ്ഞതുപോലെ ഒരു താരതമ്യവും നെഹ്റുവും ഇതാവും തമ്മിലില്ല, ഒരു താരതമ്യവും ഇല്ല. മാത്രമല്ല ജനാധിപത്യം ഇല്ലാതായാൽ ഒരു സമൂഹത്തിൽ ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ വരെ സംശയത്തിൻ്റെ വലിയ നിഴലിലാണ്. EVM മെഷീനായാലും SIR ആയാലും ഒക്കെ. അതുകൊണ്ട് ഇപ്പോൾ 12 കൊല്ലമല്ല 15 കൊല്ലം ഇങ്ങനെ ഭരിച്ചാലും നെഹ്റുവുമായിട്ട് ഒരു താരതമ്യത്തിന് ഒരുങ്ങരുത്. നല്ലവർ ഒരു ദിവസം ജീവിച്ചിരുന്നാൽ മതി, അല്ലാത്തവർ എത്ര കാലം ഇരുന്നാലും. കുമാരനാശാൻ്റെ വളരെ പ്രസിദ്ധമായ പദ്യമുണ്ട്, ക്ഷണികമായ മേഘജ്യോതിസ്. അതായത് ഈ ഇടിമിന്നൽ ഒരു വലിയ യാത്രക്കാരൻ്റെ കാലിൽ ഉടക്കുന്ന പാറ ഒരുപാട് കാലം ജീവിച്ചിരിക്കും. പക്ഷെ പാറയേക്കാൾ എത്ര നല്ലതാണ് അത് കല്ലിൽ ഉടക്കാതിരിക്കാൻ ഒരു നിമിഷം ഒരു ഇത് വന്നാൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇദ്ദേഹം ഇനി എത്ര കാലം വേണിയും പ്രധാനമന്ത്രി ആവട്ടെ, കൂടുതൽ കാലം ഇരുന്നു എന്നുള്ളതല്ല. ചരിത്രത്തിൽ ലോകത്തിന് മുമ്പിൽ പോലും ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം വളരെ ചെറുതാണ് മോഡിയുടെ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ ട്രംപ് പറഞ്ഞതൊക്കെ കേൾക്കുന്ന ഒരു മോഡിയല്ലേ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു താരതമ്യവുമില്ല എന്നാണ് ഞങ്ങളെ കാണുന്നത്.